ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മട്ടൻ തവ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ മട്ടൻ ഉപയോഗിച്ചിട്ട് പലതരം വിഭവങ്ങൾ തയ്യാറാക്കി എടുക്കാനുണ്ട്. മട്ടൻ ഫ്രൈ തന്നെ നമ്മൾ പല രീതിയിൽ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേപോലെ മട്ടൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിവിടെ എടുക്കുന്നില്ല. വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിപ്പോൾ ഈ മട്ടൻ തവ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റും കേട്ടോ. അത്ര ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഈ മട്ടൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുക്കറിലിട്ടിട്ടാണ് നമ്മൾ മട്ടൻ വേവിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ബോൺലെസ് മട്ടൻ കിട്ടുകയാണെങ്കിൽ ബോൺലെസ് മട്ടനാണ് കൂടുതൽ ബെറ്റർ കേട്ടോ. ഞാനിപ്പോൾ ബോണോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം മല്ലിപ്പൊടിയാണ്. അപ്പം മുളക് പൊടി എത്ര അളവിലാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് മല്ലിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മീറ്റ് മസാല പൗഡർ 1 ടീസ്പൂൺ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം കുറച്ച് പെരിഞ്ജീരകമാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുക. അതായത് കുരുമുളക് പൊടിയല്ല, കുരുമുളകായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പെരിഞ്ജീരക പൊടിയല്ല ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്, പെരിഞ്ജീരകമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മട്ടനൊക്കെ വെക്കുന്ന സമയത്ത് മട്ടനിൽ നിന്ന് തന്നെ ഒരു വെള്ളം മൂറി വരും. പക്ഷേ നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഏകദേശം 1/2 കപ്പ് 1/4 കപ്പൊക്കെ അളവിലൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് എപ്പോഴും മട്ടനൊക്കെ വേവിക്കുക. അപ്പോൾ ഇനി ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുത്തുക. അപ്പോൾ നിങ്ങളുടെ മട്ടൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് എത്ര വിസിൽ വേണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ 4-5 വിസിലിന് വെന്തിട്ടില്ലെങ്കിൽ തുറന്ന് നോക്കിയതിന് ശേഷം വീണ്ടും വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വിസിലൊക്കെ വന്ന് ഇതിൻ്റെ പ്രഷറൊക്കെ ഫുള്ള് റിലീസായതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമ്മൾ വീണ്ടും സ്റ്റവിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ്. ആ വെള്ളം നമ്മൾ ഊറ്റി കളയുന്നില്ല കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ ആ വെള്ളം ഫുള്ള് മട്ടനിൽ തന്നെ കിടന്ന് വറ്റി കിട്ടും. അപ്പോൾ മട്ടനിലെ വെള്ളമൊക്കെ ഫുള്ള് വറ്റിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള 2 സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 5-6 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിങ്ങനെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ മൊരിയൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു പച്ച മണം ഉണ്ടാവില്ലേ സബോളയ്ക്ക്, ആ മണമൊന്ന് മാറി കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ വേവിച്ച് വെച്ചേക്കുന്ന മട്ടനും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലത്തെ വെളിച്ചെണ്ണയൊക്കെ ഊറ്റി കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിലോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിലോ ഒക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട്. അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ഓയിൽ എടുക്കണേക്കാളും കൂടുതലായിട്ട് നമുക്ക് വെളിച്ചെണ്ണ എടുക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മട്ടനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അതിൻ്റെ മേലെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഈ മട്ടൻ മൊരിയിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ തവ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും